ചേട്ടാ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ചേർന്ന് ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റിൻ്റെ ആരംഭിച്ചിട്ടുണ്ട്. അത് ആമസോണിൽ സെയിൽ ചെയ്യണോ അതോ ഷോപ്പിഫൈയിൽ സെയിൽ ചെയ്യണോ എന്നാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മളതിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മിക്കവാർക്കും ഒരു സംശയമാണിത്. ഈ മാർക്കറ്റ് പ്ലേസ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ മാർക്കറ്റ് പ്ലേസ് സെയിൽ ചെയ്യണോ അതോ ഷോപ്പിഫൈ പോലത്തെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ആരംഭിച്ചിട്ട് ചെയ്യണമെന്നൊരു പദ്ധതി ഉണ്ടാവും. അതിനകത്ത് രണ്ടിനും അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ആമസോണിൽ സെയിൽ ചെയ്യാനുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ മെറ്റയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഇട്ടാലും ഈ ഒരു ആമസോണും ഫ്ലിപ്കാർട്ടിലും ഉള്ളത്ര ഒരു ട്രാഫിക് നമുക്ക് ഇതിനകത്ത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അത്രയും വലിയൊരു ബ്രാൻഡ് ആണെങ്കിൽ പിന്നെയും നമുക്ക് സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലോ, നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും നേരെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് മേടിക്കുകയല്ല ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ആരാണ് ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബ്രാൻഡ് വെബ്സൈറ്റ് കാണിക്കും. അതിനകത്തൊക്കെ പോയിട്ട് ഫിൽറ്റർ ചെയ്തെടുത്ത് മേടിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വന്തം വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നം വളരെ എന്താ പറയുക, ആൾക്കാർ വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഷോപ്പിഫൈ പോലത്തെ സംഭവങ്ങൾ തുടങ്ങിയിട്ട് വെബ്സൈറ്റ് തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഫുള്ള് നമ്മളെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ നമ്മളെ പ്രൈസിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ നമ്മളെ കയ്യിലായിരിക്കും. അതിനൊരു മെച്ചമാണ് ഈ ഒരു സ്വന്തമായിട്ട് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും കൂടി ചെയ്യുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും സെയിൽ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് ഷോപ്പിഫൈ സ്റ്റോറോ അല്ലെങ്കിൽ WooCommerce ഏതെങ്കിലും കസ്റ്റമർ വെബ്സൈറ്റ് ഏതായാലും തുടങ്ങിയിട്ട് അതുവഴി സെയിൽ ചെയ്യുക. എല്ലാ രീതിയിലും സെയിൽ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈക്കോ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു പേജാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഒരു കോഴ്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണകളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ബയോയിലൊരു കോഴ്സിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അതുവഴി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും.